വിശേഷം? വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് അറിയോ? ഒരു ഹോട്ടൽ സ്റ്റൈലിൽ ഈസി ആയിട്ടുള്ള രീതിയിൽ ഹോട്ടൽ സ്റ്റൈലിൽ സെർവ് ചെയ്യുന്ന സാമ്പാറാണ്. പക്ഷേ ഇഡ്ലിക്ക്, ദോശയ്ക്ക്, പൊങ്കൽ, ഇടിയപ്പം എല്ലാത്തിനും സെർവ് ചെയ്യുന്ന സ്റ്റൈൽ തന്നെയാണ്. ഞാനിവിടെ സെർവ് ചെയ്യാൻ പോകുന്നത് ഗീ മിനി ഇഡ്ലിയുടെ കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഗീ മിനി ഇഡ്ലി പ്രത്യേകിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇഡ്ലി മാവ് ആ ചെറിയ ചെറിയ ബട്ടൺ ഇഡ്ലിയുടെ മോൾഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യമായി. പക്ഷെ അതിനൊരു സാമ്പാർ വേണമല്ലോ. അപ്പോൾ ഈ ഹോട്ടൽ സ്റ്റൈലിലുള്ള ഈസി ആയിട്ടുള്ള സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ആദ്യം വേണ്ടത് തോരപ്പരിപ്പ് എടുത്തോളൂ. ഞാൻ എപ്പോഴും പറയണ മാതിരി എൻ്റെ വീട്ടിൽ ഞാൻ തോരപ്പരിപ്പ് യൂസ് ചെയ്യാറില്ല. ഗ്യാസിന്റെ ഇഷ്യൂസ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് യൂസ് ചെയ്യാറില്ല. തോരപ്പരിപ്പ് ഒരു പിടിയാണെങ്കിൽ ഒരു പിടി ചെറുപരിപ്പ്. ഓക്കെ, അതിന്റെ കോമ്പിനേഷനാണ് ഇവിടെ. ഞാനിത് മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്, ചുവന്ന പരിപ്പാണ് കേട്ടോളൂ. അപ്പോൾ അത് ഓരോ പിടി വെച്ചിട്ട് രണ്ടും. പിന്നെ വേണ്ടത് 1 കപ്പ് മത്തൻ, പഴുത്ത മത്തൻ ഇതുപോലെ കട്ട് ചെയ്തത്. പിന്നെ 3 തക്കാളി ഇതുപോലെ മുറിച്ചെടുക്കുക. നമ്മൾ പുളി ഉപയോഗിക്കുന്നില്ല, അതിന് പകരം 3 തക്കാളി, വലിയ തക്കാളിയാണ് ഇത് എടുക്കുക. പിന്നെ ഉള്ളത് 2 സവോള, പിന്നെ ഒരു 12-13 ചെറിയുള്ളി. അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. സവോള മാത്രം ഒന്ന് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് സാമ്പാർ പൊടി ഉണ്ടോ ആ സാമ്പാർ പൊടി എടുത്തിട്ട് ഇട്ടോളൂ. ഞാൻ ഇന്ന ബ്രാൻഡാണെന്ന് പറയുന്നില്ല. എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇഷ്ടം ഒന്നുമില്ലെങ്കിൽ ബ്രാഹ്മിൻസ്, ഇല്ലെങ്കിൽ ഈസ്റ്റേൺ. ഇത് രണ്ടേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇടുക. ഏകദേശം വലിയ സ്പൂണിന് 2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി കൈകൊണ്ട് നമ്മൾ ഞെരടും. എന്തിനാണ് ഈ പ്രോസസ്സ്? ഈ പ്രോസസ്സിലൂടെ നമ്മൾ എല്ലാവിടേക്കും ഈ സാമ്പാറിന്റെ പൊടി ആക്കുകയാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ഞെരടുന്നതിലേക്ക് നല്ലെണ്ണ, വലിയ സ്പൂണിന് 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കും. എന്നിട്ട് വീണ്ടും ഞെരടും. ഇപ്പൊ തന്നെ പകുതി സാമ്പാറിന്റെ മണം വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നന്നായിട്ട് എണ്ണ ഒഴിച്ച്, ഇത് കണ്ടില്ലേ, ഒരു മസാല പെരട്ട് പോലെ നമ്മൾ ഈ മീനും ഇറച്ചിയൊക്കെ പെരട്ടി വെക്കണില്ലേ, അതുപോലെ തക്കാളിയും പരിപ്പും സവാളയും ചെറിയുള്ളിയും മത്തനും പെരട്ടിയിട്ട് ഇങ്ങനെ തട്ടി അമർത്തിയിട്ട് ഒരു 1 മണിക്കൂർ ഇതുപോലെ വിടുക. എന്നതിന് ശേഷം കുക്കറിൽ ഈ സാധനത്തിനെ ഇട്ടിട്ട് പിന്നെ ഒരു 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സിമ്മില് ഒരു 12-13 വിസിൽ വിടുക. ഒരു 13 വിസിലാവുമ്പോഴേക്കും ഇതൊക്കെ കൂടി അങ്ങോട്ട് ഒടഞ്ഞ് ഒന്നും തമ്മിൽ കാണില്ല. ഇൻ കേസ് കണ്ടാൽ ഒരു ചെറിയ ഉള്ളിയുടെ വലതും കണ്ടു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ തന്നെ തട്ടി അമർത്തി ഇരിക്കട്ടെ. ഇത് നോക്കുക. അപ്പോൾ 10-13 വിസില് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാർ എന്താ മണം അറിയോ? ഹോട്ടലിന്റെ അതേ മണാണ് വരുന്നത്. ഇപ്പൊ ഇത്രയും തിക്ക് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത്ര ഈ ഒരു ലെവലിലാണ് ഇഷ്ടം. അപ്പോഴേ ഈ ഇഡലിയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കുതിർന്നിരിക്കുള്ളൂ. അപ്പൊ ഇത് ഇവിടെ മീഡിയം ഫ്ലെയിമിൽ തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞെരടിയിട്ട് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്ത് ഗ്യാസിൽ 2 വലിയ സ്പൂണിന് ഞാൻ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ നെയ്യ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം. വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് അത് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക് ആഡ് ചെയ്തിരുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചോക്കണ സമയത്ത് ഇപ്പുറത്ത് സാമ്പാർ തിളക്കുന്നതാണ്. ഓക്കെ, നല്ല തിളയ്ക്കുന്ന നെയ്യും ഇതിനെയും തിളയ്ക്കുന്ന സാമ്പാറിലേക്ക് പതുക്കെ കടോന്ന് ഒഴിക്കരുത്. അരയായിട്ടുള്ള രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ. നമ്മൾ ബാക്കിയുള്ള കറികളിൽ അങ്ങനെ അങ്ങോട്ടേക്ക് ഒഴിക്കുന്ന പോലെ ഒഴിക്കുകയല്ല, ഇങ്ങനെ 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 എന്നുള്ള രീതിയിൽ വിട്ടിട്ട് ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ലേശം മേലോട്ടായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സാമ്പാർ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇങ്ങനെ ഇളം ചൂടിൽ ഇങ്ങനെ തിളച്ചിരിക്കുകയാണ്. അവരതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പാകം വരുത്താനായിട്ട് ചിലപ്പോൾ കട്ടി കൂടിയെന്ന് തോന്നിയാൽ വെള്ളം ഒഴിക്കാനും എല്ലാം നോക്കിയിട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇതിനെ വളരെ സിമ്മിൽ വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആവണ സമയത്ത് ഇതിങ്ങനെ ചെറുതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇതാ കണ്ടോ, ഈ ഒരു തിള, അതല്ലാണ്ട് പളപളന്ന് തിളക്കിയല്ല, ഈ കുഞ്ഞി തിളകള് ഇങ്ങനെ വന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ തിളച്ചുകൊണ്ട് പതുക്കെ ഇരിക്കണം എന്ന് മാത്രം, മനസ്സിലായില്ലേ? അപ്പോഴാണ് ആ എസൻസും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടുക. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെർവ് ചെയ്യട്ടെ. ഇത്രയേ ഉള്ളൂ ഹോട്ടൽ സാമ്പാർ. ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ ഗീ മിനി ഇഡ്ഡലിയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് സോക്ക് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മിനി ഇഡ്ഡലിയുടെ തട്ട്. എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഇതൊക്കെ. ഞാൻ ഇതിന് പ്രത്യേകം പറയണമൊന്നുമില്ല. ഇതിലേക്ക് നന്നായിട്ട് ഞാൻ നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി മാവ് എടുക്കുന്നു. സ്പൂണിൽ ഓരോ സ്പൂണിൽ ആക്കിയിട്ട് ഒഴിക്കുന്നു. ഇതുപോലെ എല്ലാം അവിടെ ആക്കുക. എന്നിട്ട് മിനി ഇഡ്ഡലീസ് റെഡി ആയി കഴിയുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ച് ആ ഹോട്ടൽ സ്റ്റൈലിൽ ഉള്ള സാമ്പാറിലേക്ക് അതിനെ ഡിപ്പ് ചെയ്യുന്നു, നമ്മൾ സെർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ്, തനി പാലക്കാടൻ റെസിപ്പീസ്, ഡയറ്റ് റിലേറ്റഡ് റെസിപ്പീസ് ഒക്കെ വിനീസ് കിച്ചൺ യൂട്യൂബിൽ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അടയ്ക്കാൻ പോവാണ്. എന്നിട്ട് ഇത് എടുക്കും, പിന്നെ എന്നിട്ട് ഞാൻ ഡിപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, ടിൽ ദെൻ അടുത്ത റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.